നോമ്പിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം എൻ്റെ ഈ ഒരു 2 ഐറ്റത്തിൻ്റെ കോലം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഇരുമ്പായതുകൊണ്ട് തുരുമ്പിച്ച് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി നോക്കി നമ്മൾ കണ്ടതാണ് കേട്ടോ ABM വുഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ അപ്പം തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡും ചിരവിയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റത്തെ കാര്യം, രണ്ടും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ചിരവയുണ്ടല്ലോ ഈസി ടു ഹാൻഡിലാണ് കേട്ടോ. ഇതുപോലെ ആയതുകൊണ്ട് തന്നെ എവിടെ വെച്ച് വേണമെങ്കിലും ചിരവാം. അതേപോലെ തന്നെ ഇതിൻ്റെ പല്ലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. തേങ്ങക്ക് ചിരവാൻ ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ബുഷൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ നമ്മൾ വെച്ചു അവിടെ അങ്ങ് നിൽക്കും കേട്ടോ. അതേപോലെ അതിൽ തന്നെ പ്ലേറ്റ് ഹോൾഡർ ഉണ്ട്. പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കട്ടിംഗ് ബോർഡാണ്. നൈഫ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ ജ്യൂസ് ഗ്രൂ ആണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോഴുള്ള ജ്യൂസ് എല്ലാം അതിലോട്ടാണ് കേട്ടോ പോവുക. ടേബിളിലോട്ടായിട്ട് ആകെ വൃത്തിയേടൊന്നും ആവില്ല. നാച്ചുറൽ ഫിനിഷിംഗ് ആയിട്ടുള്ള ഈ ഒരു കട്ടിംഗ് ബോർഡ് നാച്ചുറലി ആൻറ്റി ബാക്ടീരിയൽ കൂടിയാണ്. പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നല്ല വുഡിൻ്റെ ആയതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വേണ്ടവർ ഇതാ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. FBയിലാണെങ്കിലും മേലെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വേണ്ടവർ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.